റെഡ്മിയുടെ റെഡ്മി 13 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 13 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി 13 5Gയിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. നമ്മളിൽ ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വന്നേക്കാം. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 550 നിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ റെഡ്മി 12 5Gയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിട്ട് ഈ ഫോണിൽ മാറിയേക്കാം. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിലും LCD ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഫോണിൽ IP53 റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം റെഡ്മി 12 4G എന്ന ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പറോയ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇപ്പോൾ റെഡ്മി 12 5G എന്ന ഫോണിലും ഏകദേശം ഇതുപോലുള്ളൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നും വന്നോളണം എന്നില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5030 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. അപ്പം റെഡ്മി 12 5Gയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 12 5G എന്ന ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ഇപ്പം വരുന്നത്. ഈ ഒരു ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം റെഡ്മി 12 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെ ഇതിൽ വന്നേക്കാം. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആ രണ്ട് ഫീച്ചേഴ്സാണ് എക്സ്ട്രാ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത്. ബാക്കിയൊക്കെ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പം വിലയും അധികം കൂടാൻ ചാൻസ് ഇല്ല. 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി നോട്ട് 13R 5G എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് മാത്രമല്ല പോക്കോ അവരുടെ പോക്കോ M6 Plus 5G എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഈ ഫോണിൻ്റെ ചെറിയ ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും. പല ഫീച്ചേഴ്സും സെയിം ആയിരിക്കും. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ആയിരിക്കും ആ ഫോണിൽ വരിക. എന്തായാലും റെഡ്മി 13 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഭയങ്കരം വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ വന്നേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.